ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദോ. ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷു ഫലമാണ് കേട്ടോ. അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ, ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക. ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാഴവും പറഞ്ഞ കൊള്ളവർഷം 1200 ആണ്ട് മീനമാസം 30-ന്, അതായത് 13/4/2025 രാത്രി 3:21 ചോതി നക്ഷത്രം 1-ാം പാദത്തില് നമ്മുടെ രവിസംഗമം അല്ലെങ്കിൽ മേട രവിസംഗമം അല്ലെങ്കിൽ വിഷു സംഗമം എന്ന് പറയാം. ഓക്കെ, തുലാംകൂറിലായിരുന്നു അല്ലെ. തുലാംകൂറിലെ ചോതി 1-ാം പാദത്തിലാണ് നമുക്ക് ഈ തവണ എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത്. അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെങ്കിൽ വിഷു തൊട്ട് ഒരു വർഷത്തേക്ക് ഈ 1200 എന്താണ് മേടം 1 മുതൽ അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത്, എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്നെ ഒരു തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അധികം താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മകനക്ഷത്രം അല്ലെ. മകനക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമം അനുസരിച്ച് എന്താണ് വിഷുഫലം? മകനക്ഷത്രക്കാർക്ക് നോക്കാം അല്ലെ. തൊഴിൽ സംബന്ധമായിട്ടും ധനസംബന്ധമായിട്ടും തന്നെ ആയി നോക്കാം. പുതിയ അവസരങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു ടൈം, കാലയളവ് എന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കഴിവുകളൊക്കെ തെളിയിക്കാൻ പറ്റുന്ന സമയം, അതായത് നമുക്ക് നമ്മുടെ കഴിവുകളൊക്കെ പുറത്ത് കാണിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരുന്ന സമയമായിരിക്കും. ബിസിനസ് എക്സ്പാൻഷനൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ്. പുതിയ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാൻ നിൽക്കുന്നവർക്കും അനുകൂലമായ കാലഘട്ടം തന്നെയാണ് ഇവിടെന്ന് പറയുന്നത്. പക്ഷെ ചെലവിന്റെ കാര്യങ്ങളിൽ നിങ്ങൾ എന്താണ് ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവ് കാര്യങ്ങളിൽ ഒന്ന് ടേക്ക് കെയർ ചെയ്യാം. അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ പുതിയ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുന്നവർക്ക് ചിലവർക്ക് അനാവശ്യമായ അല്ലെങ്കിൽ ചിലവർക്കെങ്കിലും എന്താണ് അമിതമായ കുറച്ച് പേർക്ക് സ്ട്രെസ് ഒക്കെ കൂടാനുള്ള ചാൻസ് വളരെ സാധ്യത കൂടുതലാണ് കേട്ടോ. അതുപോലെ സഹപ്രവർത്തകരുമായിട്ട് ഒരു ധാരണയോടെ മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങളുടെ കരിയർ ഗ്രോത്തിനും നല്ലത്. ഇനി അതല്ല നിങ്ങളുടെ ബിസിനസ്സിനായാലും അനുകൂലമായി വരിക. നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട് ഒന്ന് ഐക്യത്തോടെയൊക്കെ മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുക കേട്ടോ. സാമ്പത്തികമായി ചിന്തിക്കുമ്പോഴും നമുക്ക് ഉയർച്ച പറയാവുന്ന സമയമാണ്. പാരമ്പര്യ സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടാനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടിയ സമയമാണ് കേട്ടോ. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ബിഗ് ആയിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ, വലിയ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നതും കൃത്യമായ പ്ലാൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ വരാൻ അനുകൂലമായിരിക്കും കേട്ടോ. കുടുംബ സംബന്ധമായിട്ട് ഫാമിലി സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സന്തോഷകരമായ അന്തരീക്ഷമൊക്കെ ഒരുങ്ങി വരുന്ന സമയമായിരിക്കും. അനുയോജ്യമായ ബന്ധങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് പഴയ ബന്ധങ്ങളിൽ എന്താണ് പുതിയ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ കൂടുതലാണ് കേട്ടോ. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എടുക്കുന്ന പരിശ്രമത്തിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്ന ടൈമായിരിക്കും ടൈം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ അത് ആവറേജ് ആയിട്ടാണ് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് റിസൾട്ട് കിട്ടും. നിങ്ങൾ അങ്ങനെ വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടില്ലേ, വലിയ റിസൾട്ട് കിട്ടില്ല. ഈ പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ 8 മണിക്കൂർ പുസ്തകത്തിന് മുമ്പ് ഇരിക്കുക എന്ന് അർത്ഥമല്ല. എത്ര മണിക്കൂറാണ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ആയിട്ട് പഠിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഓക്കെ, അത് നമുക്ക് എന്താണ് കൃത്യമായിട്ട് എക്സാമിൽ നമുക്ക് തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രദ്ധ ഡീവേറ്റ് ആവാനുള്ള സാധ്യത കൂടുതൽ സമയമാണ്. സോ ഈ ടൈമിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്ന കുറച്ച് ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും. മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡിലീറ്റ് അൺഇൻസ്റ്റാൾ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ കുറച്ചുകൂടി ഉയർച്ചയൊക്കെ ഉണ്ടാക്കും. പക്ഷേ എന്താണ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. സോഷ്യൽ മീഡിയ ആണ് എന്താണ് കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം. അപ്പം എന്ത് ചെയ്യുക, ഡെയിലി ഒരു ഇത്ര മണിക്കൂർ എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ, 45 മിനിറ്റ്, 1 മണിക്കൂറൊക്കെ ഡെയിലി സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തോളൂ. അതിനൊന്നും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ നിൽക്കില്ല. കാരണം യൂസ് ചെയ്യുമ്പോൾ മാത്രം ആ ശ്രദ്ധ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ശ്രദ്ധ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ അലാറം ഒക്കെ വെക്കുമ്പോൾ ടൈമറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ക്ലോക്ക് വാങ്ങി അല്ലെങ്കിൽ ഒരു ടൈം പീസ് അലാറം ഒക്കെ വാങ്ങി അതിൽ വെക്കാൻ ശ്രദ്ധിക്കുക. മൊബൈൽ ഫോൺ അതുപോലെ സ്മാർട്ട് വാച്ച് ഒക്കെ ഉണ്ടല്ലോ അതിലൊന്നും വെക്കരുത് കേട്ടോ. കാരണം അത് ശ്രദ്ധ മാറ്റും. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൊബൈലിൽ നമ്മൾ വെക്കണമെങ്കിൽ അത് എടുക്കുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കണം, അന്ന് നോക്കിയേക്കാം നിൽക്കും. സോ നിങ്ങൾ വീട്ടിലാണ് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, എവിടെയായാലും ഫോൺ മാറ്റി വെക്കണം. ഒന്ന് വീട്ടിലായെങ്കിൽ ഇപ്പോൾ വീട്ടിലല്ല മാറിയായെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് വിളിച്ചു പറയും ഞാൻ പഠിക്കാനിരിക്കുകയാണ്, ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ എന്ത് ചെയ്യാണ് ഫോൺ യൂസ് ചെയ്യുള്ളൂ. സോ ഫോൺ എന്ത് ചെയ്യണം എയറോപ്ലെയിൻ മോഡിലാക്കാൻ പോകണം. എയറോപ്ലെയിൻ മോഡിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, അൽമാരിലോ എവിടെയെങ്കിലും കള്ളിയിലോ സ്റ്റോഫിലോ നമുക്ക് ഒറ്റയടിക്കുന്ന ഓട്ടത്തില്ലാത്തടത്ത് എടുത്ത് വെച്ചേക്കുക. ഓക്കെ,
അങ്ങനെ ആകുമ്പോൾ എന്താ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾ വീട്ടിൽ തന്നെ അങ്ങ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണാണെങ്കിൽ പോലും നിങ്ങളുടെ പേരൻസിനെ കൊണ്ട് ലോക്ക് ഇടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുക, യൂസ് ചെയ്യുക. കൃത്യം 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ഡെയിലി യൂസ് ചെയ്യുന്ന ആ സമയം കഴിയുമ്പോൾ അവരോട് ഒന്ന് വാങ്ങാൻ പറയുക. അവർ വാങ്ങി അവർ വെച്ചോളും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ പോലെ പൊക്കോളും. ഓക്കെ, നിങ്ങൾ മാക്സിമം പഠനത്തിൽ ഫോക്കസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. വൃക്ക സംബന്ധമായിട്ടുണ്ടായിരുന്ന, ചർമ്മ സംബന്ധമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ മാനസിക സമ്മർദ്ദങ്ങൾ, അതുപോലെ തന്നെ അമിതമായുള്ള ടെൻഷൻസ്, ഓവർ തിങ്കിങ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഈ വ്യായാമം, യോഗ, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന ഉത്തമമായും പ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥനയൊക്കെ ഉള്ളത് നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കും കേട്ടോ. അതുപോലെ നമ്മളെ ഉറക്കവും ആഹാര കാര്യങ്ങളിൽ ഒരു ക്രമമൊക്കെ ചിട്ടയൊക്കെ വരുത്തുന്നത് കുറച്ചുകൂടി ഉത്തമമായിരിക്കും കേട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ ആരോഗ്യം മുന്നോട്ട് തന്നെ പോയിക്കോളൂ കേട്ടോ. ഇനി പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? അത്ര നല്ല സമയമൊന്നുമല്ല, മൊത്തത്തിൽ നോക്കുമ്പോൾ മൊത്തം നോക്കിയൊരു സമ്മിശ്ര ഫലമൊക്കെയാണ് എന്താ മകനക്ഷത്രക്കാർക്ക് അല്ലെ. അപ്പം എന്താണ് ദോഷത്തിനുള്ള പരിഹാരങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചാശരി 108 തവണ നിത്യേന ജപിക്കുന്ന ഉത്തമമാണ്. നിത്യേന ജപിക്കാൻ സാധിക്കാത്തവർക്ക് അന്നേ ദിവസം എന്താണ്, ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് മെൻസ്ട്രൻസ് ഒക്കെ ആവുന്ന ടൈമിൽ നമുക്ക് ജപിക്കാൻ പറ്റുന്നതല്ല. സോ ആ ടൈമിൽ നിങ്ങൾക്ക് ജപിക്കാനില്ല, അത് പ്രത്യേകിച്ച് ദോഷമൊന്നുമല്ല. ഓക്കെ, അതുകൊണ്ട് ജപിക്കണമെന്നില്ല ആ ടൈമിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജപിക്കാവുന്ന സമയം, അതെല്ലാം അല്ലാതെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ജപിക്കാൻ പറ്റിയില്ല, അതിനുള്ള സാഹചര്യം എത്തിയില്ല, അല്ലെങ്കിൽ സാഹചര്യം ഒരുങ്ങിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അന്നേ ദിവസം ജപിക്കേണ്ട പ്രശ്നമില്ല. ഓക്കെ, അതൊരു വലിയ പ്രശ്നമാകും എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇതൊക്കെ ജപിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മൈൻഡിന് കുറച്ചുകൂടി റിലീഫ്, ഒരു പോസിറ്റീവ് എനർജി കിട്ടാണ്, നമ്മുടെ ഈ എന്താണ് ഒരു എനർജി നമുക്ക് ലഭിക്കാൻ വേണ്ടിയൊക്കെയാണ്. സോ അല്ലാതെ പ്രത്യേകിച്ച് ദോഷഫലങ്ങളൊന്നും അതിൽ നിന്നും ഉണ്ടാവില്ല ജപിച്ചില്ല എന്ന് ഓർത്തട്ടോ. പക്ഷെ എന്ത് ചെയ്യുക, ജപിക്കാവുന്ന ദിവസങ്ങൾ മാക്സിമം ജപിക്കുക, അത് തന്നെയാണ് ഉത്തമം എന്ന് പറയുന്നത്. ജപിക്കാൻ സാധിച്ചില്ല എന്ന് ഓർത്ത് വേദനിക്കോ ദുഃഖിക്കോ അല്ലോ ഭയപ്പെടുകയോ ചെയ്യരുതെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. അതുപോലെ തന്നെ നരസിംഹ ക്ഷേത്ര ദർശനമൊക്കെ നമുക്ക് നടത്തുന്ന മാസത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ നടത്തുന്ന വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ നാഗദേവത പ്രീതിയൊക്കെ വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്ന നല്ലതാണ്. നാഗദേവ ക്ഷേത്ര ദർശനമൊക്കെ അടക്കം നടത്തുന്ന ഉത്തമ മാസത്തിൽ ഒന്ന രീതിയിൽ കേട്ടോ. അതുപോലെ വ്യാഴാഴ്ച ദിവസം അന്നദാനം നടത്തുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഈ അന്നദാനം നടത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാം, അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം, അതല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന എവിടെ നിന്നാണ് കഴിക്കുന്നത് അവിടെ നിന്ന് തന്നെ എന്താണ് ഒരു പൊതിച്ചോറ് വാങ്ങി, അല്ലെങ്കിൽ എന്ത് ആഗ്രഹമാണ് ബിരിയാണി എങ്കിൽ ബിരിയാണി എന്തായാലും എന്ത് ചെയ്യുക, സന്തോഷത്തോടെ മനതൃപ്തിയോടെ തന്നെ അത് വാങ്ങി കൊടുക്കുക കേട്ടോ. നമ്മൾ അന്നം കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രാഗല്ലേ പാടില്ല, ഇത്രയും പൈസ പോയില്ലോ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ല, എന്ത് കാര്യം ചെയ്താലും പൈസയുടെ കാര്യം റിലേറ്റഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ചെയ്യണം, എന്നാലും നമുക്ക് തിരിച്ച പൈസ നമ്മളിലേക്ക് എത്തുള്ളൂ. ഓക്കെ, നമ്മുടെ മില്ലിയനേഴ്സ് ഒക്കെ സമന്തരയിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കാം. കഷ്ടപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു വിജയം ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് വിഷുഫലം അനുസരിച്ച് നോക്കുമ്പോൾ. ഇത്രയൊക്കെയാണ് വിഷുഫലം എന്ന് പറയുന്നത്. നമ്മുടെ പേരും നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ താരെ പേരും കമന്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ അതിൽ ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേര് നക്ഷത്രം വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വേളയിലും ഒന്ന് ഉൾപ്പെടുത്തുക. കാരണം അറിയാലോ, നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കുന്ന ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത്. സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിന്റെ ഇരട്ടി പവർ കിട്ടും. നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമ്പോൾ ഇരട്ടി ഒരു പവർ ആയിരിക്കും. ഈശ്വരനിലേക്ക് പെട്ടെന്ന് അത് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത്രയും വിഷുഫലം കേട്ടു. അപ്പൊ വിഷുഫലം കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് സന്തോഷം, കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം, സ്വാഭാവികം. കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും, ദോഷഫലങ്ങൾ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒക്കെ അത് നോർമലാണ്, നമ്മൾ ഹ്യൂമൻസ് ആണ്, അത് ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്തായാലും നമ്മൾ എന്ത് ഇമോഷണൽ ആയാലും ഒത്തിരി ഓവർ ആക്കല്ല, ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് എഫക്റ്റ് വരും. അപ്പം നമ്മൾ ഈ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട, ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നവർ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിലും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പിടിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിഷുഫലത്തിലെ പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെമീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാലം നമ്മൾ 27 നക്ഷത്രഫലമായിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്തിനാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ചെയ്യുക. അത് പൂർണ്ണമായിട്ടും ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ
അതിൽ ഒന്നോ രണ്ടോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം എന്താണ്, ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോൾ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ഈ വിഷുഫലം റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം, പരിഹാരങ്ങൾ കൂടെ വേണം. പക്ഷെ ഒരു വർഷത്തേക്കുള്ളതാണ്. കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല, പക്ഷെ വിഷുഫലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ പരിഹാരങ്ങളും വേണം. ശരിക്കും പറഞ്ഞാൽ ഒരു ആയില്യം തൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നലുണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നലുണ്ടായത്. സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെയ്യാൻ പറ്റും ചെയ്യും. അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളാൽ പറ്റുന്ന എന്നുവെച്ചാൽ ഒന്നും ചെയ്യാതെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാൻ കഴിഞ്ഞപ്പോൾ ഏതാണ് നമുക്ക് പറ്റുന്ന രീതിയിൽ യഥാശക്തി എന്തെങ്കിലുമൊക്കെ പരിപാടി. കാരണം ഒരു ഈശ്വരാധീനം, ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ. കാരണം അതുപോലെ തന്നെ ഈശ്വരൻ്റെ കാര്യം ചെയ്യുമ്പോൾ പലരും പറയുന്നത് ഞാൻ ഇത്രയും ഇതുണ്ട്, അമ്പലങ്ങളിൽ വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, മുടങ്ങാതെ എല്ലാ മാസം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, എന്നാൽ പറ്റുന്ന ഓരോ വഴിപാടും ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു പ്രയോജനം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ. അതുപോലെ തന്നെ ഈശ്വരൻ്റെ കാര്യം കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിഷമത്തോടെ അല്ലെ സങ്കടത്തോടെ കൊടുക്കില്ല. നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ. കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സമ്പത്തികം നമുക്ക് തന്നതാരാ? ഈശ്വരന്. അപ്പൊ നമ്മൾ അത് ഈശ്വരന് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല. അതുപോലെ പൈസയുടെ കാര്യം, എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം കടയിൽ പോയി മേടിക്കുന്നു, അപ്പൊ അതിന് ഇത്രയും പൈസ ആവല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക, വേണ്ടെങ്കിൽ മേടിക്കേണ്ട. പക്ഷെ പൈസ കൂടുതലാണോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യില്ല, അവിടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലേ. അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ്. അപ്പം ആ പൈസ നമുക്ക് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ. കാരണം എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല് പൈസക്ക് തോന്നും. മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ട് വലിയ പ്രത്യേകിച്ച് കൊണ്ടല്ലോ, എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കും. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം എന്ന് വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണ്. അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല ഓക്കെ, ഇങ്ങനൊരു ടീം കൂടിയുണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ, പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ, ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ ഓക്കെ. ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബിൽ വന്നു കഴിയുമ്പോഴും അവിടെ ആ ഗ്രൂപ്പിലുണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ മാസവും മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്നൊരു വെബിനാർ ഉണ്ടാവും. അത് എന്താണ്, അതുപോലെ തന്നെ മറ്റ് അനവധി വെബിനാർസ് ഉണ്ടാവും. നമ്മൾക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ, പവേഴ്സ് ക്ലബിൽ കണ്ടക്ട് ചെയ്തിട്ടില്ല. പെയ്ഡും ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷണൽ കാര്യങ്ങളിൽ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നോർമലി ഒരു കോൾ കണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യുന്ന കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് പറയുന്നുണ്ട്. പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓഫർ കൃത്യ ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, പ്രത്യേക ഓഫർ കിട്ടും. 24 മണിക്കൂറുകൾക്ക്, 2 മണിക്കൂർ നേരത്തേക്ക്, 1/2 മണിക്കൂറുകൾക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട്, ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി, പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല ഓക്കെ. അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളിലേക്ക് തോന്നിപ്പിക്കും ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകും. വെബിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. കൺസൾട്ടേഷണൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്നുവെച്ചാൽ ഒരു ഫാമിലി പോലെയാണ്. അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്ന രീതിയിൽ, മാക്സിമം മനസ്സിലാക്കാവുന്ന രീതിയിൽ അത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ്. എന്നുവെച്ചാൽ കൊച്ചു കുട്ടികൾ ഇരുന്നപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ഒരു 6 to 7 വെബിനാർസ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബിന്റെ ഭാഗമായിട്ട്. ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് നിർത്താൻ വേണ്ടി നിന്നാണ്. പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ ആളുകൾ ജോയിൻ ചെയ്തപ്പോൾ അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം. നമ്മുടെ പവേഴ്സ് ക്ലബിൽ നിന്ന് കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ചോദിച്ചാൽ മതി. അല്ലാതെ ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക്, സ്വയം മനസ്സാട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് റൂൾസും അതിന്റെ റെഗുലേഷൻസും ഉണ്ട്. അത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക, അത്ര മാത്രം കേട്ടോ.
അപ്പൊ ഈ ഒരു വിഷുകാലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. ഓക്കെ, സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തയോടെ സൽപ്രവൃത്തിയോടെ ഈശ്വര അനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ. അപ്പൊ നല്ല ഒരു വർഷമാവട്ടെ നമുക്ക് ഈ ഒരു വിഷുകാലം എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ.